എൻ്റെ പേര് ബോബി ജോസഫ്. ഞാൻ തിരുക്കുടുംബ ദേവാലയം പൊടിപ്പാറ ഇത്തിത്താനം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ 2022 ഏപ്രിൽ 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ 6 കാര്യങ്ങൾ ഇവിടെ പ്രത്യേക അപേക്ഷയായിട്ട് വെച്ചു. കാരണം എൻ്റെ കുറവുകൾ തന്നെയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ ഈ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ കാരണമായത് എൻ്റെ വൈഫ് OET എക്സാമിനേഷൻ പല പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാതെ വരികയും ഇവിടെ വന്ന് നീ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, ഞാൻ ഇനി ട്രെയിനിങ്ങിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ദുബൈയിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ അടുത്ത പ്രാവശ്യം പാസ്സാവും, പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അത് പിറ്റേ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള എല്ലാ പരീക്ഷയ്ക്കുള്ള എല്ലാ യോഗ്യതയും കിട്ടി. എൻ്റെ ഭാര്യ അവിടെ പോയി ജോലിക്ക് NHS അവിടെ റിക്രൂട്ട്മെൻറ്റ് EOവിൽ റിക്രൂട്ട്മെൻറ്റ് വഴി അവിടെ പോയി ജോലി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്കും പോകാൻ. ഞാൻ റേഡിയോഗ്രാഫറാണ്, ദുബൈ വർക്ക് ചെയ്തായിരുന്നു, എനിക്കും പോകണം. അന്നേരം ഞങ്ങൾ മക്കളും എല്ലാവരുമായിട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഇത് എഴുതിയതിന് ശേഷം ഇവിടെ കൊറോണ കഴിഞ്ഞുള്ള സമയമായിരുന്നു. ഇവിടെ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷനും പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ ആദ്യം തന്നെ മെഡിക്കലിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മെഡിക്കലിന് ഡേറ്റ് ഇല്ല, നിങ്ങൾക്ക് ഞങ്ങളിവിടെ സമയം ഒത്തിരി മുന്നോട്ട് തള്ളിയാണ് പറഞ്ഞത്. അന്നേരം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ ഞാൻ കൃപാസനത്തിൽ വരും, എന്നെ ഒന്ന് സഹായിക്കാൻ തന്നെ എൻ്റെ കൂടെ വരണേന്ന്. ഞാൻ അന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ അനുര എന്ന് പറയുന്ന ദുബൈയിലുള്ള ആയിട്ട് ബന്ധപ്പെട്ടു. എന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ഹൈബീഡിൻ്റെ MBയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു. എനിക്കൊരു പരിചയമില്ല, ഒരാൾ വിളിച്ചു, ചേട്ടന് നാളെ അപ്പോയിൻമെൻ്റ് എടുത്ത് എന്നത്തേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നെ വിളിച്ചു, എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. മെഡിക്കലിന് പോയി. മെഡിക്കൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ദുബൈ കൂടാതെ ഇവിടെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോൾ ഒരു ജനപ്രവാഹം തന്നെയുണ്ട് അവിടെ. അന്നേരം അവിടേക്ക് കയറാൻ പറ്റുന്നില്ല. ഒത്തിരി കന്യാസ്ത്രീമാരും അച്ഛന്മാരും അതിനൊക്കെ തന്നെ മറ്റു ഒത്തിരി പേരും ആ ബിൽഡിങ്ങിനകത്തോട് കയറാൻ പറ്റുന്നില്ല. കാരണം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് തുടങ്ങിയ സമയമാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഞാൻ എന്താ ചെയ്യുക ഇപ്പം. അന്നേരം ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ആയിട്ട് ചുമ്മാ ഈ ചേട്ടനെ തന്നെ വിളിച്ചു, ചേട്ടാ ഒരു മാർഗ്ഗമില്ലല്ലോ. ഇങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പം അവിടുന്ന് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, ബോബി ആരാ, അകത്തോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. അവിടെയും എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു. ഇതിന് ശേഷം ഞാനിവിടെ ഒരു പാസ്പോർട്ടുമായിട്ട് ഞാൻ അകത്ത് കയറി ചെന്നപ്പോഴാണ് പാസ്പോർട്ട് ഓഫീസർ പറയുന്നത്, നിങ്ങളുടെ പാസ്പോർട്ട് ഡാമേജാണ്, പാസ്പോർട്ട് കീറിയിരിക്കുന്നു, ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കയറി ചെല്ലുക. ഈവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ നിങ്ങളെ തടഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റിന് പൈസ പോവും, നിങ്ങളുടെ ചിലപ്പോൾ ഒത്തിരി നിങ്ങളുടെ പിള്ളേരുടെ എല്ലാവരും പൈസ പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പൊക്കോളൂ, അല്ലെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് മാറിയിട്ട് പോവുക. അന്നേരം ഓൾറെഡി തന്നെ അവിടെ വീട് എടുത്തിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പോകണം. അന്നേരം ഞാൻ ഇവിടെ വന്നു, ഓടി ഇവിടെ വന്നു. പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു, ഈ പാസ്പോർട്ട് എടുത്ത് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സംഭവിച്ചത്. ഇവിടെ വന്ന് ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പത്രം വാങ്ങി എല്ലായിടത്തും കൊടുത്തു. ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മക്കളുടെ എൻ്റെ പാസ്പോർട്ടിൽ അനേകം വിസ ഉള്ളതുകൊണ്ട് അതെല്ലാം മറിച്ച് നോക്കി. പക്ഷേ എൻ്റെ ഈ കീറിയ ഭാവം മാത്രം നോക്കുന്നില്ല. എൻ്റെ മക്കളുടെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജുകൾ എഴുതി നോക്കിയിട്ട് അവരെ നോക്കി പലപ്പോഴും നോക്കിയിട്ട് ശേഷം വിട്ടു. എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞു, തിരിച്ച് എന്നെ വിളിച്ചു, ബോബി ജോസഫ് തിരിച്ച് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വരണ്ട പോയത്. ഒന്നാമത് എനിക്ക് ഇച്ചിരി പാനിക്കാവുന്ന ആളാണ്. ഞാൻ അവിടെ ചെന്നു നിന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ഫോട്ടോ എടുക്കണമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നേനെ. ഇവിടുന്ന് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് HCPC എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ UK ഇതുണ്ട്. എന്നിട്ട് ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ HCPC രജിസ്ട്രേഷൻ വേണം. ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു വരുമ്പോൾ തിരിഞ്ഞു പോകും. ഈ ഗ്രാമറോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഈ സ്ഥലത്തോടാണ് ഞാൻ ചെല്ലുന്നത്. എനിക്ക് ശരിക്കും ഹിന്ദി അറിയാം, മറ്റ് ലാംഗ്വേജുകളൊക്കെ അറിയാം. ഞാൻ ദുബൈ നിന്നതൊക്കെ ഈ അറബികളെ പഠിച്ചു, അവരുടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ സംസാരിച്ച് കുറച്ച് അറബികളൊക്കെ പറഞ്ഞുമൊക്കെ അവരെയൊക്കെ ഞാൻ കയ്യിലെടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ UK ചെന്നപ്പോൾ എനിക്ക് ഇതൊക്കെ ആപ്ലിക്കേഷൻ സഹായിക്കാൻ ചെന്ന HCPC രജിസ്ട്രേഷൻസ് കിട്ടിയവരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ എന്നെക്കാൾ മുമ്പേ പോയവരുണ്ട്. അവർ ആരും തന്നെ ഉടമ്പടി എടുത്തവരല്ല. അന്നേരം അവരെന്നെ ഒരാൾ സഹായിച്ചു, ഇതെല്ലാം ആപ്ലിക്കേഷൻ സഹായിച്ചു. ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് രജിസ്ട്രേഷൻ്റെ സമയമായപ്പോൾ തടസ്സങ്ങൾ എനിക്ക് വേണ്ടി DBS എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു എംപ്ലോയറിന് വേണ്ടി അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ലാസ്റ്റ് എംപ്ലോയറിനൊക്കെ ചോദിക്കും, ഈ ആളുടെ പേര് പോലീസ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇയാളിനെ എങ്ങനെ നിങ്ങളെടുത്തു, ഇയാളുടെ സ്വഭാവം, ഇയാളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ്, ഇയാളുടെ ഹാർഡ് വർക്കറാണോ, നമ്മളെപ്പറ്റി 10-15 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എൻ്റെ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലാണ്.
അവിടുത്തെ ഗവൺമെൻറ്റിലായിരുന്നപ്പോൾ അവിടുത്തെ HR-ൽ ഇരുന്ന ആൾ യമനിയായിരുന്നു. അയാൾ അറബിയല്ല, അത് ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, എന്നെപ്പോലെ തന്നെ. എന്നിട്ട് അയാൾ നേരെ യമനിലോട്ട് പോയി കുറച്ച് ആൻസർ മാത്രം ചെയ്തു, ബാക്കിയുള്ള ആൻസർ കിടന്നു. 7 മാസക്കാലം ഇത് കിടന്നു. ഞാനൊരു ദിവസം ആ സമയത്ത് വേറെ ജോലിയൊന്നുമില്ല, ഞാൻ ജോലിയിൽ ഒരു ഫുഡ് ഫാക്ടറിയിലെ ഒരു ജോലിക്ക് പോയി. പാത്രം കഴുകുന്ന ജോലിയായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് പോകുന്നവരെല്ലാവരും തന്നെ വലിയ അങ്ങനത്തെ ജോലിയൊന്നുമല്ല. വലിയ പാത്രം കഴുകുന്നത് നമ്മൾ സ്വന്തം കൈയിട്ട് കഴുകണ്ട, ഇതെല്ലാം വലിയ മെഷീൻ വഴി കയറ്റി ഇറക്കി വിടുക. ഈ പാത്രങ്ങളെല്ലാം വഴി മെഷീനറീസ് എല്ലാം തന്നെ കഴുകുക, ഫോം അടിക്കുക, കഴുകുക. ഈ കഷ്ടപ്പാട് ഭയങ്കര കഷ്ടപ്പാടായി. അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഓർത്തു കെയർ ഹോമിൽ ജോലിക്ക് പോയേക്കാം. അന്നേരം എല്ലാവരും പറയും അപ്പി വരാൻ പോവല്ലേ, നീ പൊക്കൂ എന്ന് പറയും. അന്നേരം കെയർ ഹോമിൽ ജോലിക്ക് വേണ്ടി ഇപ്പോൾ അവിടെ ആകുമ്പോൾ ഇംഗ്ലീഷ് ഒന്നും പറയണ്ടല്ലോ. അവർ അപ്പച്ചന്മാർക്ക് രാത്രി കിടന്നുറങ്ങും, നമ്മൾ രാവിലെ എഴുന്നേൽപ്പിക്കുക, പിള്ളേരെ സ്കൂളിൽ വിടാം, ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇത് ജോലി. ഈ HSCPCയുടെ ലൈസൻസ് ഒത്തിരി ഡിലേ ആയപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു ദിവസം പലപ്പോഴായിട്ട് വിളിച്ചു പോയിക്കുമ്പോൾ എല്ലാം പറയും നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് വിളിക്കൂ, അടുത്ത വീക്ക് വിളിക്കൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ഒരു ഫ്രൈഡേയിൽ ഞാൻ 4 മണിയായപ്പം വിളിച്ചു. 5 മണി വരെ ഉള്ളൂ, 4 മണിക്ക് വിളിച്ചു. ജനുവരി മാസമായിരുന്നു അത്. ജനുവരിക്ക് ഓർമ്മയുണ്ട്, ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരി മാസം ഫസ്റ്റ് വീക്ക് ഞാൻ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇനിയും 2 ക്വസ്റ്റ്യന് കൂടെ ആൻസർ കിട്ടാറുണ്ട്. എന്നിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ പറ്റിയുള്ള ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഞാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്, അന്നേരം അത് നിങ്ങൾ നോക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ നോക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് നേരെ മേളിലോട്ട് പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കരഞ്ഞു. എൻ്റെ മാതാവേ, സ്വർഗത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മേ, എൻ്റെ ഈ വേദന കാണണമേ, അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ 48 വയസ്സിൽ ഇത്രയും സങ്കടപ്പെട്ട് കരഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞു. ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നപ്പോൾ എനിക്കൊരു മെയിൽ പെട്ടെന്ന് വരികയാണ്. എന്നിട്ട് മെയിൽ വന്ന് എൻ്റെ മൊബൈൽ വന്നപ്പോഴേ ഞാൻ കണ്ടു എൻ്റെ ഇത് HSCPC സക്സസ്ഫുള്ളി ഇതായെന്ന് പറഞ്ഞ് നിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടല്ലോ മെയിലാണ് വന്നത്. എന്നിട്ട് ഞാനത് ഈ പേയ്മെൻറ്റ് കിട്ടി. ഞാൻ അന്നേരം തന്നെ ഓടി വന്നു, അമ്മയുടെ മുമ്പിൽ വന്നു, ഞാൻ മുട്ടുമെന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം പിന്നെ കടമകളോട് എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ട് ഒരു സ്ഥലത്തും ചെന്ന് പാസ്സാകത്തില്ല. എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല, ഞാൻ പറയുന്ന അവർക്കും മനസ്സിലാകത്തില്ല. അവരും കുറച്ച് നേരം മരവട്ടി പിണ്ടാക്കുന്നത് കാക്ക നിന്ന് മേലോട്ട് നോക്കിയിരിക്കും. ഒരു രക്ഷയില്ലാതെ ഞാൻ അവിടുത്തെ കടന്നുപോയി. 2-3 ഇൻ്റർവ്യൂ കഴിഞ്ഞ് കടന്നു പോയതിന് ശേഷം ഒരു ദിവസം ഞാൻ താഴെ ഇരുന്ന് ഞാൻ കെയർ ഹോമിന് അപ്ലൈ ചെയ്യായിരുന്നു. കെയർ ഹോമിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഒരു റേഡിയോഗ്രാഫർ ആ ലൈസൻസ് ഉള്ള ആൾ താഴെ നിന്ന് ഇത് ചെയ്യുക. എന്നിട്ട് എൻ്റെ വൈഫ് നേരെ ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ മേളിൽ ഇരുന്ന് അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം അവിടെ നിന്നുകൊണ്ട് ആർക്കും അവൾ ഒരു ഏജൻസിയിൽ അപ്ലൈ ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്കൊരു കോൾ വന്നു. ബോബിയാണോ? അതേന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു കെയർ ഹോമിൽ ജോലി അന്വേഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റേഡിയോഗ്രാഫറിന് വേണ്ടി ജോലിക്ക്. അത് നിങ്ങൾ റേഡിയോഗ്രാഫർ അല്ലേ? ഞാൻ പറഞ്ഞു റേഡിയോഗ്രാഫറാണ്, എനിക്ക് ആ ജോലിക്ക് കുറച്ച് കുറവുകളുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് ജോലിക്ക് തയ്യാറാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ആയി. അന്നേരമാണ് ഞാൻ എൻ്റെ ഈ ജോലി ശരിയായി എൻ്റെ പേപ്പർ വർക്കുകളായി ജോലിക്ക് ഫസ്റ്റ് സ്ഥലത്ത് ചെന്നപ്പോഴും ഇതേ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും സഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പോക്കറ്റിൽ എൻ്റെ പേഴ്സിനകത്ത് തന്നെ ഞാൻ എൻ്റെ ഈ കാശ് രൂപം ഞാൻ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ ഡ്യൂട്ടി സമയത്ത് പോലും എൻ്റെ സ്ക്രബിനകത്ത് ഇത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകും. ഞാൻ അന്നേരം മാതാവിനോട് പറയും, മാതാവേ എനിക്ക് നല്ല സമാധാനമുള്ള സ്ഥലത്ത് ജോലി തരാം, എൻ്റെ കുറവുകൾ അമ്മയ്ക്കറിയാം, അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കണം. ഞാനങ്ങനെ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പോയി. 2-2.5 മണിക്കൂർ വണ്ടി ഓടിച്ച് പോകണം. ഇവിടുന്ന് തമിഴ്നാട്ടിന് പോകുന്ന കണക്കാണ്. ഞാൻ അവിടെ ജോലിക്ക് പോയി. അവിടെ എനിക്ക് മാതാവ് തന്ന സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അവിടുത്തെ മാനേജർ എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടെ ജോലി പെർമനൻ്റായിട്ട് വേണോ? അവർക്ക് എൻ്റെ പുറകെ 2-3 പ്രാവശ്യം കോൾ ചെയ്യാം, നീ ഇവിടെ നിൽക്കുക, ഇവിടെ ഞങ്ങൾ താമസിക്കാൻ നിനക്ക് കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാം. പക്ഷേ എൻ്റെ മക്കളെ സ്കൂൾ വിടുന്ന കാര്യത്തിന് ഓർത്തിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ നിന്ന് എന്നെ മാറ്റിയത് വേറെ വലിയൊരു മാറ്റമാണ്. അവിടെ മാതാവ് എന്നോട് ചെയ്തത്, ഞാനന്ന് മാതാവിനോട് എൻ്റെ വൈഫ് പറഞ്ഞു, ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്നു, ഭയങ്കര ഐസ് വീണ് കിടക്കുന്നു, നിങ്ങളെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഈ ജോലി നിർത്ത്, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്തെവിടെയെങ്കിലും കെയർ ഹോമിൽ ജോലി നോക്ക്, അന്നേരം ആ ജോലിക്ക് പോകും. അന്നേരം നമ്മുടെ ഇവിടെ വരുന്നവരാരും എന്ന് ജോലി അന്വേഷിക്കത്തൊന്നുമില്ല, നിങ്ങൾ നമ്മുടെ കുടുംബത്തെ ഓർത്ത് ആ ജോലി ചെയ്യും. അങ്ങനെ രാത്രിയിലെ ഞാൻ രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് രാത്രി സങ്കടത്തോടെ ഞാൻ കട്ടിൽ കിടക്കുമ്പം പിറ്റേ ദിവസം ഞാനിങ്ങനെ ഒരു ഇത് കണ്ടു. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് പെർമനൻറ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാണ്. അന്നേരം അപ്ലൈ ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്നും ആരും വിളിക്കുന്നില്ല. അന്നേരം ഈ ഫസ്റ്റ് ഏജൻസി ജോലി ചെയ്തതിൻ്റെ ഫസ്റ്റ് ശമ്പളം കിട്ടി, റേഡിയോഗ്രാഫറായിട്ട് ശമ്പളം കിട്ടി. ആ ശമ്പളത്തിൻ്റെ 50% എനിക്ക് ചാരിറ്റി ചെയ്യാനായിട്ട്, ഞാൻ എല്ലാ വർഷവും ചാരിറ്റി ചെയ്യുന്ന, നല്ല തുക തന്നെ ചാരിറ്റി ചെയ്യുന്ന. അന്നേരമാണ് കൃപാസനത്തിൽ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ഉടുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നു, മറ്റിതെല്ലാം സഹായം ചെയ്യുന്നു പറഞ്ഞപ്പോൾ തന്നെ അതിന് നല്ലൊരു തുക ഞാൻ ഇവിടേക്ക് അയച്ചു, എൻ്റെ ഫാദറിലോ വഴി കൊടുത്തു വിട്ടു.
അത് അത് ഇവിടെ കൊടുത്തു, റെസീറ്റ് കൊടുത്തു, മോനെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെയിൽ വരികയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, പെർമനൻറ്റ് ജോലി. ആ ജോലിയിൽ ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകാൻ വെച്ചാൽ അവിടെ 9 പേരുണ്ട്. 9 പേരിനകത്ത് ഞാനും വേറൊരു മലയാളി അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇംഗ്ലീഷുകാരാണ്. എന്നിട്ട് ഞാനാണ് ഈ കൂട്ടത്തിൽ, എനിക്ക് വിശ്വാസമാണ് ഈ കൂട്ടത്തിൽ ഞാനാണ് പൊട്ടൻ, എന്നിട്ട് എനിക്ക് കിട്ടത്തുമില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ ഈ ഇരിക്കുന്ന എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 4 പേരുണ്ട്. എന്നിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് HR മാനേജർ ചോദിച്ചതിനൊക്കെ ആൻസർ ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. CQC ഒക്കെ ചോദിച്ചു, കുറച്ച് അവരുടെ സ്കോപ്പ് ഓഫ് നമ്മുടെ ഈ NHSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനൊക്കെ മറുപടി പറഞ്ഞു. പക്ഷേ എൻ്റെ മാനേജർ ലേഡി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് ഓർമ്മയില്ല എങ്ങനെ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശ് രൂപം മാത്രമേ ഉള്ളൂ. എന്നോട് എന്ത് ചോദിച്ചെന്നോ ഞാൻ അങ്ങോട്ട് എന്ത് പറഞ്ഞെന്നോ എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാനൊരു വല്ലാത്തൊരു ഇതായിരുന്നു, തല മൊത്തം ഒരു പെരുത്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ഷെയ്ക്കാൻ്റെ വന്നിട്ട് പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കൊണ്ട് കാണിച്ചതിന് ശേഷം എനിക്കൊരു മനസ്സ് പറയുന്നു, എനിക്കിത് കിട്ടി, ഇത് പരിശുദ്ധ അമ്മയാണ്, എൻ്റെ കൈ തന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകത്തില്ല, ഇവിടെ കൊണ്ട് കാണിക്കത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കത് ഉറപ്പാണ്, എനിക്ക് കിട്ടും. പരിശുദ്ധ അമ്മയെ എന്നെ കണ്ടു, എന്നെ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്, അവരിൽ പരിശുദ്ധ അമ്മ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇങ്ങനെ കാണിക്കില്ല. ഇപ്പം എൻ്റെ ബൈബിൾ പറഞ്ഞ് പോകത്തേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നും എൻ്റെ മക്കളുടെ സ്കൂളിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ടീച്ചർമാരോടൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ വേറെ വല്ലതും ആയിപ്പോവും, പിള്ളേരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലോ. എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ മക്കളുടെ മുമ്പിലും എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഞാൻ തല കുടിക്കും. കാരണം ഒരു മെയിൽ തയ്യാറാക്കാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വരികയാണ്, നിങ്ങൾ സെലക്റ്റായി, ഈ 9 പേരെ മാറ്റി നിർത്തി ഞാൻ സെലക്റ്റായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകത്തില്ല ആ ഒരു അവസ്ഥ. ഞാൻ സീറോയിൽ നിന്നും എന്നെ അത്ര ഉയർത്തിക്കൊണ്ട് അവിടെ വന്ന് ഈ 9 പേരിൽ ഒന്നാമനായിട്ട് അവിടെ കൊണ്ടുപോയി. ഇപ്പോഴും എൻ്റെ ദൈവം പലപ്പോഴും എൻ്റെ പരിശുദ്ധമ്മ വഴിയായിട്ട് ഞാനവിടെ ജോലി ചെയ്യുന്ന മേഖലയിൽ എന്നെ അവിടുത്തെ അസസ്മെൻറ്റ് ഫസ്റ്റ് നമ്മുടെ 6 മാസം ആകുമ്പോൾ നമ്മുടെ പ്രൊബേഷൻ പീരീഡ് തീരുമ്പം നമ്മളെപ്പറ്റി നമ്മുടെ ഡയറക്ടർ ഹോസ്പിറ്റൽ, ഞങ്ങൾക്ക് UK 34 ഹോസ്പിറ്റലും ഫ്രാൻസിൽ 103 ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ 75 ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളുടെ അവിടെ വന്ന പല റേഡിയോഗ്രാഫർമാരിലും എന്നെ അവർ A ഗ്രേഡിലാണ് വെച്ച് അതായത് നല്ല ഒരു റേഡിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്നോട് അവർ തന്നെ പറഞ്ഞു. എൻ്റെ ഹോസ്പിറ്റൽ ഡയറക്ടർ വരെ എന്നോട് പറഞ്ഞു, നീ നല്ല ജോബ് ചെയ്യുന്നുണ്ട്, നിന്നെപ്പറ്റി നല്ലൊരു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, പേഷ്യൻസിൻ്റെ നിന്ന് നിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്, നീ നല്ല കൈൻഡായിട്ട് ഇടപെടുന്നു, ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ ഈ കാശ് രൂപം കാണിച്ചവരെ. അന്നേരം അവർ തന്നെ എന്നോട് ചോദിച്ചു, ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ബിലീവ് ചെയ്യുന്നു. കാരണം എനിക്ക് ഇന്ന് വരെ മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. ഞാൻ പള്ളി പാടുന്നവനായിരുന്നു വർഷങ്ങൾ. ഞാൻ അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രമേ. പക്ഷേ ഇന്ന് എൻ്റെ ദൈവത്തെ അറിഞ്ഞ് എൻ്റെ കുടുംബം ഈ ഒരു ഉടമ്പടി മൂലം എൻ്റെ കുടുംബത്തിൽ സമാധാനം, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ ഞാൻ ആരായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്നെപ്പറ്റി ഞാൻ രാമങ്കരിക്കാരനായിരുന്നു. കുട്ടനാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ നല്ലൊരു കുടിയനായിരുന്നു. ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറിയതും എൻ്റെ സ്വഭാവങ്ങൾ, ഞാൻ വഴക്കാളിയായിരുന്നു, ഗുണ്ടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇതിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയത് എൻ്റെ ഈ ഉടമ്പടി കാരണമാണ്. ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിത താളം തന്നെ ശരിയായി. ഞാനതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോട് പറയും, നിങ്ങൾ HCPC കിട്ടിയ ഒരു ജോലി കിട്ടിയിട്ടില്ലോ, നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ അവരെന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ വല്ലാതെ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുക്കുക. ഉടമ്പടിയിൽ വേറെ വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പാലിക്കേണ്ട കടമകളുണ്ട്. നമ്മൾ പാലിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ നയിക്കും. നമ്മളൊന്ന് മാറുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം കേട്ടില്ല. ഇപ്പോൾ ഞാൻ രുചിച്ച ആ മധുരം അവരെന്താണെന്ന് ഇപ്പോൾ അറിയുന്നു. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ വന്ന 4 പേർക്ക് 3 പേർക്കും ജോലിയില്ല. ഇപ്പം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ ആൾ പറഞ്ഞു എനിക്ക് ജോലിയായി എന്ന് പറഞ്ഞു. ഇപ്പോഴും 2 പേരും നിലവിൽ അവിടെ ജോലിയില്ലാതെ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവിടെ കെയർ ഹോമിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് സർവശക്തനായ ദൈവം, ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പം ഒക്കെ ഞാൻ ആരെങ്കിലും ക്യാൻസർ രോഗികളായിട്ട് ട്രീറ്റ്മെൻറ്റ് പൈസ ഇല്ലാതെയും അതിനൊക്കെ തന്നെ വീടില്ലാത്തവർക്കും എൻ്റെ ഭാര്യയാണെങ്കിലും ഞങ്ങളാണെങ്കിലും എല്ലാ വർഷവും നല്ലൊരു തുക തന്നെ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നതാണ്. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇവിടുത്തെ എല്ലാ ഉടമ്പടിയും കേൾക്കും. കാരണം ഞാൻ 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോകുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യണം. ആ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും ആരാധനയും കൂടുമ്പോൾ ഏറ്റവും ഹൃദയത്തെ സ്പർശിക്കുന്ന, ഞാൻ കാരണം ഈ സാക്ഷ്യം ഒരാൾക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവരിലൊരു മാറ്റം ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം ഉടൻ തന്നെ അതിനടക്കും. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ഷെയർ ചെയ്യും.
അന്നേരം എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 30-40 പേർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യും. പലരും കേൾക്കുമായിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറ്റുന്ന രീതിയിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി എല്ലാവർക്കും അനുഗ്രഹമാകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്, മുന്നോട്ട് പോകുന്നതും.